ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് കൊണ്ട് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളും എന്നാൽ ഒത്തിരി ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാല റെസിപ്പി പരിചയപ്പെട്ടാലോ. ഇന്ന് ലഞ്ചിന് ഒരു എഗ് ബുർജിയും റൈസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള ടൈമേ കിട്ടിയുള്ളൂ. ഇന്നലെ ഹസ്ബൻഡ് വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം കുറേ ലേറ്റായി. അപ്പം വൈകിട്ട് ഞങ്ങൾ ഓൾറെഡി വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ലഞ്ചിന് നമുക്ക് ജസ്റ്റ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുകയോ പിക്കിൾ കൂട്ടി കഴിക്കുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ ഒരു ടൈം നമുക്ക് കിട്ടിയില്ല. പക്ഷേ ഇന്ന് വന്നപ്പോഴൊരു 3 പൊട്ടറ്റോ കുക്കറിൽ ഇതുപോലെ മസാല ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പൊട്ടറ്റോ മസാല റെസിപ്പിയാണ്. ഞാൻ അവിടുന്ന് ട്രാൻസ്പോർട്ടിൽ കയറിയ സമയത്ത് എന്നോട് റെസിപ്പി ചോദിച്ച് വിതിൻ 2 to 3 മിനിറ്റ്സ് ഹസ്ബൻഡ് പ്രിപ്പയർ ചെയ്താണ്. ഞാൻ ഉണ്ടാക്കുന്നതിലും ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നെക്സ്റ്റ് ടൈം അതിൻ്റെ റെസിപ്പി കാണിക്കാം. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടും അതുപോലെ നല്ല കിഡ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന, കുഞ്ഞിനൊക്കെ നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ ഞെരടി കൊടുക്കാൻ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ ലഞ്ച് റൈസ്, പൊട്ടറ്റോ മസാല ഫ്രൈ, അതുപോലെ നമ്മുടെ എഗ് ബുർജി, പിന്നെ നമ്മുടെ കുറച്ച് മിക്സഡ് വെജിറ്റബിൾ പിക്കിൾ. അപ്പം യമ്മി ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു, ഹെൽത്തി ആയിരുന്നു. അപ്പം നെക്സ്റ്റ് ടൈം ഇതുപോലുള്ള സിമ്പിൾ ബാച്ചിലേഴ്സ് റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പം ഈ പൊട്ടറ്റോ മസാലയും എഗ് ബുർജിയും പിക്കിളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് ചൂടോടെ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പൊട്ടറ്റോ മസാലയാണ്. ഇന്നത്തെ ഹൈലൈറ്റ് നമ്മുടെ പൊട്ടറ്റോ മസാലയാണ്. എഗ് ബുർജിയും അതിനകത്ത് കുറച്ച് ക്യാപ്സിക്കം, ടൊമാറ്റോ ഒക്കെ ഇട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതും വേറെ ദിവസം റെസിപ്പിയായിട്ട് കാണിക്കാം. ടൈം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കുക്ക് ചെയ്തതിൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ കുട്ടി മാസ്റ്റർ കൂടെ ഉള്ളപ്പം പ്രിപ്പയർ ചെയ്യുന്നതിനൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം നെക്സ്റ്റ് ടൈം കാണാം.